യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. ആകാശങ്ങളെ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിന്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിന്റെ യജമാനന്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എന്റെ ജനം മനസ്സിലാക്കുന്നില്ല. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ. അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്നും തീർത്തും അകന്നുപോയി. ഓർമ്മിക്കുക, ചിലർ കുഞ്ഞുങ്ങളെ വളർത്താൻ താല്പര്യപ്പെടാതെ നായക്കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത് ഓമനിച്ച് വളർത്തുന്നത് കാണാൻ സാധിക്കും. മക്കളെ വളർത്തിയാൽ അവർ പ്രായപൂർത്തിയാകുമ്പോൾ ഉപേക്ഷിച്ചു പോകും. നായയാണെങ്കിൽ എന്നും കൂടെ കാണും. ഇത്രയും അധപതിച്ച ചിന്താഗതി മനുഷ്യന് എവിടെ നിന്നും കിട്ടിയെന്നതാണ് ചിന്തിക്കേണ്ടത്. വിശേഷ ബുദ്ധിയുണ്ടെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ എങ്ങനെ ഇത്ര സ്വാർത്ഥനായി തീർന്നു? ഒരു നല്ല കുഞ്ഞ് ജനിക്കുന്നത് ഒരു സ്ത്രീയുടെ ഉദരത്തിലല്ല, പ്രത്യുത ഭാര്യ ഭർത്താക്കന്മാരുടെ ഹൃദയത്തിലാണ്. എന്നാൽ മാത്രമേ ദൈവഹിതമനുസരിച്ചുള്ള ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളൂ. സ്വാർത്ഥമതികളായ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കാതെയും ശുശ്രൂഷിക്കാതെയും പ്രവർത്തിക്കുമ്പോൾ ഇത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾ സ്വാർത്ഥമതികളായി മാറിയാൽ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. എവിടെയും സ്വാർത്ഥത മാത്രം കാണാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാതെ ഈ ജീവിതം ഭൂമിയിൽ തന്നെ അവസാനിക്കുന്നു എന്ന ചിന്താഗതിയിൽ സ്വയം എത്തിച്ചേരുന്നു. ഈ ചിന്തയിൽ മനുഷ്യന്റെ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യവും ഇല്ലാതായി പോകുന്നു എന്ന സത്യം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ദൈവഹിതമനുസരിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയും വളർത്തിയും നിത്യതയുണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിച്ചിരിക്കുവാനായി മാതാപിതാക്കന്മാരെ ബഹുമാനിക്ക, നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്ക. ഭൂമിയിലേറെക്കാലം ജീവിച്ചിരിക്കുവാനായി മാതാപിതാക്കന്മാരെ ബഹുമാനിക്ക, നിന്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്ക. വാഗ്ദാനം കൽപ്പനയായി ദൈവത്തിൽ, വാഗ്ദാനം കൽപ്പനയായി, വാഗ്ദാനം കൽപ്പനയായി ദൈവത്തിൽ, വാഗ്ദാനം കൽപ്പനയായി. കൂരിരുട്ടിൽ വിളക്ക് അണയാതിരിക്കുവാനായി മാതാപിതാക്കന്മാരെ ശപിക്കരുതേ, നിന്റെ മാതാപിതാക്കന്മാരെ ശപിക്കരുതേ. കൂരിരുട്ടിൽ വിളക്ക് അണയാതിരിക്കുവാനായി മാതാപിതാക്കന്മാരെ ശപിക്കരുതേ, നിന്റെ മാതാപിതാക്കന്മാരെ ശപിക്കരുതേ. വാഗ്ദാനം കൽപ്പനയായി ദൈവത്തിൽ, വാഗ്ദാനം കൽപ്പനയായി, വാഗ്ദാനം കൽപ്പനയായി ദൈവത്തിൽ, വാഗ്ദാനം കൽപ്പനയായി. വീടിന്റെ അടിത്തറ ഇള
ഇളകാതിരിക്കുവാനായി അമ്മയെ സ്നേഹിക്ക നീ, എന്നും നിന്റെ അമ്മയെ സ്നേഹിക്ക നീ. വീടിന്റെ അടിത്തറ ഇളകാതിരിക്കുവാനായി അമ്മയെ സ്നേഹിക്ക നീ, എന്നും നിന്റെ അമ്മയെ സ്നേഹിക്ക നീ. വാഗ്ദാനം കൽപ്പനയായി ദൈവത്തിൻ വാഗ്ദാനം കൽപ്പനയായി, വാഗ്ദാനം കൽപ്പനയായി ദൈവത്തിൻ വാഗ്ദാനം കൽപ്പനയായി. വീട്ടിൽ സമാധാനം നിലനിൽക്കുവാനായി ഒരുമിച്ചു പ്രാർത്ഥിക്കണം, വീട്ടിലെന്നും ഒരുമിച്ചു പ്രാർത്ഥിക്കണം. വീട്ടിൽ സമാധാനം നിലനിൽക്കുവാനായി ഒരുമിച്ചു പ്രാർത്ഥിക്കണം, വീട്ടിലെന്നും ഒരുമിച്ചു പ്രാർത്ഥിക്കണം. വാഗ്ദാനം കൽപ്പനയായി ദൈവത്തിൻ വാഗ്ദാനം വാഗ്ദാനം കൽപ്പനയായി ദൈവത്തിൻ വാഗ്ദാനം കൽപ്പനയായി. മക്കളെ ഓർത്തു നീ വിലപിക്കാതിരിക്കാനായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, അവരെ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. മക്കളെ ഓർത്തു നീ വിലപിക്കാതിരിക്കാനായി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, അവരെ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. വാഗ്ദാനം കൽപ്പനയായി ദൈവത്തിൻ വാഗ്ദാനം കൽപ്പനയായി, വാഗ്ദാനം കൽപ്പനയായി